ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചങ്കുപൊട്ടിയാണ് ജസ്ന സലീം എന്ന പെൺകുട്ടി മാധ്യമങ്ങളിൽ തനിക്കുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളെ സംബന്ധിച്ച് വേദനയോടെ പറയുന്നത്. അവളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് അതിനെ ജീവിക്കാൻ അനുവദിക്കാതെ വിടാതെ പിന്തുടർന്ന് അതിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാപാലികൻ അതിനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയും അതിൻ്റെ വിഷ്വൽ എടുത്ത് വെച്ചിട്ട് പണം പറ്റിക്കുകയും ചെയ്തിട്ട് അവൻ്റെ ഉമ്മയെ തേടിപ്പിടിച്ച് ചെന്ന് മാപ്പു പറഞ്ഞ് കാലു പിടിച്ച് ജീവിതത്തിന് വേണ്ടി കെഞ്ചി നിലവിളിക്കുന്ന ജസ്ന സലീം. ആ പെൺകുട്ടിയുടെ പേര് ജസ്ന എന്നായതാണോ ഇവരുടെ പ്രശ്നം? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പെൺകുട്ടിയായതാണോ ഇവരുടെ പ്രശ്നം? അതോ തട്ടമിട്ടു എന്നതാണോ ഇവരുടെ പ്രശ്നം? അതോ തട്ടമിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പെൺകുട്ടി ഹിന്ദുക്കളുടെ ആരാധനാ ദൈവത്തെ വരച്ചു എന്നതാണോ ഇവരുടെ പ്രശ്നം? എന്ത് തന്നെയായിരുന്നാലും ഇത് ഇതുവരേക്കും ഒരു മാപ്പിള സ്ഥാനമായിട്ടില്ലല്ലോ. ഈ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് നൽകുന്നില്ലേ? കണ്ണീരോടെ ആ പെൺകുട്ടി പറയുന്ന യാതനകളൊന്ന് കേട്ടു നോക്ക്. വരുന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേഷ് മോന്റെ ഉമ്മാനെ പോയി കോണ്ടാക്ട് ചെയ്തു. ഇവന്റെ ഉമ്മ എന്ന് പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ 2019 അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാരണ ബാങ്കിന്റെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കും എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് ആരുമില്ല, എനിക്ക് കൂടില്ല, കുടുംബമല്ല, എനിക്ക് 2 മക്കളേ ഉള്ളൂ, ഭർത്താവ് ഗൾഫിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നെ ഒന്ന് സഹായിക്കുന്നു പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്റെ മോന് 16 വയസ്സ് തൊട്ട് ഇക്ര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓനൊരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു. ആ തള്ളനെ വരെ ഇവൻ തള്ളിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് മാറ്റി പറയുമെന്നല്ല എനിക്കറിയില്ല. അവിടെ നിന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ല, എന്റെ വീട്ടിൽ വന്ന് ഒരിക്കലല്ല 2 പ്രാവശ്യം എന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്റെ മോനാണ് വാതിൽ തുറന്നു കൊടുത്തത്. ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതിൽ തുറന്നു കൊടുക്കുന്നത്. പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചിട്ടു. എല്ലാതും ഈ പറഞ്ഞത് പോണം. ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടന് ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു. ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോഴേക്ക് മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്ത FIR കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത്. ഇനി അത് എങ്ങനെ മാറി മറിഞ്ഞതാക്കിയെന്ന് എനിക്കറിയില്ല. അവിടെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 പേര് അവരുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ സാക്ഷി കൊടുത്തിട്ടുണ്ട്. കോടതിയിലെത്തിയപ്പോ അവര് സാക്ഷി മാറ്റി. 1 വർഷം മുമ്പത്തെ നടന്നതിന് എന്നോട് ഡ്രസ്സ് ആവശ്യപ്പെട്ടു. ഞാൻ എന്ത് ഡ്രസ്സ് എടുത്തു കൊടുക്കാനും, ഞാൻ ആരോട് എങ്ങനെ എന്തെന്ന് വെച്ച് പറയാനാണ്? ഞാൻ അന്നും ഞാൻ പറയാം, ഇന്നും ഞാൻ പറയാണ്, ഞാൻ അന്ന് മാറാട് സ്റ്റേഷനിലുള്ള SIനോട് പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല അവർ എഴുതി വിട്ടതും ഉണ്ടാക്കിയതും. ഒരിക്കൽ SI ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഇതൊന്നും പുറത്ത് വിടല്ലേ, നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവർ അവന്റെ വീട് ചുറ്റും വളഞ്ഞ് ആർന്ന് പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാതെ പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അത് ഞങ്ങൾക്ക് സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ്. ഒരു കോൺഗ്രസിന്റെ നേതാവ് സിദ്ദീഖ് ഉണ്ട്, അവരെ വിളിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാതെ പോകുന്നത്. ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് ഇവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് VKസിന്റെ മരുമകനാണോ അല്ലെ. അപ്പൊ ഈ തള്ള എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ഈ സിദ്ദീഖും ഈ ഇവന്റെ ഏട്ടന്മാര്, ഒരു ഷാനിയുണ്ട്, ഒരു ഷാമിലുണ്ട്, ഇവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്. ഞാൻ കേസ് കോടതി പൊട്ടി എന്നുള്ളത് പറയുന്നതിന് എനിക്ക് എന്താ? ഇന്നാളൊരിക്കൽ ഒരു ചെറുത്തിന മറ്റേ ഇത് കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊടുത്ത് കെട്ടി തൂക്കി ഒരു പയ്യനെ കോടതി വെറുതെ വിട്ടിട്ട്. അക്കണക്കിന് ഇന്റെ കേസൊന്നും വലിയ കേസൊന്നുമല്ല. ഞാൻ കൊടുക്കുന്നത് 1 വർഷത്തിന് ശേഷമാണ്. അത് ഇന്നതിന് ശേഷം അത് പൊട്ടിപ്പോയെ, ഓക്കെ, ഞാൻ വിട്ടു. എന്നിട്ട് എന്നെ ഉപദ്രവിക്കൽ നിർത്തിയിട്ടില്ല ഇവൻ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തണം എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ്. കാരണം ഇവൻ അറിയാം ഞാനിത് പറയില്ല എന്നുള്ളത്. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്നാണ്. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു. അതിന് ഇങ്ങനെ ഞാനത് ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ്. ഇതിനൊക്കെ ഞാൻ പോയി പറയാം, പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണം ഇതാ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ്. മുജീബ് ഇതിനോട് പടച്ചോൻ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും. കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത്. അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരൻ എന്നോട് വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ ഫോണിനോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ്. അത്രയ്ക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല. അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോൾ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത്. എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനത്തോളാക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത്. മർദ്ദിച്ചതുള്ളോ ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം ചെയ്തെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിയിട്ടിട്ടാണ്
ഓന് ചെയ്തത്. അത്ര എനിക്കത് പറഞ്ഞ് എന്നിട്ട് എന്റെ ആ വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. അത് കാരണം എനിക്ക് അന്നും എന്നെ 10 പേരറിയൂ. എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും, ഇല്ല എന്നെ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് ആരുമില്ല പറയാന്. എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കൽ നിർത്തി. ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ആരുമായിട്ട് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല. ഞാൻ കൂട്ടുകാരെടുത്തൊക്കെ ഒന്നിനും പോലെ ആരും വയ്യ എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല. ഇതാണ് സത്യത്തിൽ. ആ വീഡിയോ വെച്ച് പിന്നെ ദുരുപയോഗം ചെയ്യാൻ അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തിയോ? ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സഹോദരനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ കുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ നേരെ കേസ് കൊടുത്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും. എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല? ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറയുന്ന നേരം കൊണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൂടെ? ഞാൻ വേറെ കൊടുത്ത കേസ് എന്താണെന്ന് ഇവർക്ക് നോക്കിക്കൂടെ? ഇതിന്റെ അടുത്ത് ഞാൻ വേറെ ഒന്ന് പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പീഡന കേസും കൊടുത്തിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും ഞാൻ ഇപ്പം എല്ലാവരും എന്നെ പുറത്തറിയൽ തുടങ്ങി ഒരുപാട് വർഷമായി. നിങ്ങളടുത്ത് ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസമല്ല, 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോടതിയിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക, അല്ലാതെ വേറൊരു വാക്കും അതിൽ കൊടുക്കൂലല്ലോ. അതും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഇവരാരും നോക്കുന്നില്ല? പിന്നെ എന്തിനാണ് ഇല്ലാ വചനം പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോൾ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയിച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്തത്? ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണും. ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയിട്ടിച്ചിരിക്കുക, ഇവർക്ക് ഇത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചോളെ, എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം. ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത്? ആരെങ്കിലും വൈവഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്? ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ പണം വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം കുറയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അതില്. ഞാനിപ്പോ നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താല് നാണം കെട്ടു. രണ്ടാമത് നാണം കെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത്. എന്താ മജീദേ മോൾ ഇങ്ങനെയാന്ന് എല്ലാരും ചോദിക്കുന്നത്, ഓളെന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത്? അതിന്റെ പേരിൽ എന്റെ വാപ്പ പിന്നെയും നാണം കെട്ടു. എന്റെ വാപ്പ ഒരു ദിവസം വാപ്പയുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ മരിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത്. അതിന് ഞാൻ ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സഹായിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് വേണ്ട. കാരണം അതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മക്കും അപ്പക്കും അഭിമാനം ഉണ്ടാവില്ല. ഞാൻ നയിച്ചിട്ട് അതിൽ ഉണ്ടാക്കുന്ന വീട്ടിലാണ് അവർക്ക് നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് 10,000 20,000 ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത്. എന്റെ ഫോട്ടോയിൽ 10,000 20,000 ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് റേഞ്ചിൽ എന്താണോ താങ്ങുന്നത് അതിനനുസരിച്ച് എനിക്ക് ഇതിന്റെ ചെലവൊക്കെ നോക്കണ്ടേ. ഇവരാരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എന്നിട്ട് ഞാൻ 60 ലക്ഷം രൂപയുടെ വീടാകട്ടെ, 60 അല്ല 600 കോടിയുടെ വീട് എന്റെ വാപ്പാക്ക് കെട്ടിക്കൊടുക്കണം എന്റെ മക്കളെ. പക്ഷെ എനിക്ക് പറ്റാഞ്ഞിട്ട് നമ്മളൊരിക്കലും പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ അവരെ സേഫ് ആക്കാൻ നോക്കിയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ അവന്റെ പേര് റോഷൻ, ഷെനീദ്, SK അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. പല സ്ത്രീകളുടെയും കുടുംബം ഇവന് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളവര് അല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള്. ഇവന്റെ പേരിൽ പല സ്റ്റേഷനുകളിലായിട്ട് പരാതികളുണ്ട്. അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഈ FIR-ന്റെ അകത്ത് അല്ല ഇതിന്റെ അകത്ത് ഷെനീദെന്ന് കാണുന്നുണ്ടല്ലോ, ഓന്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്താ അറിയാൻ ഇവരാരും ശ്രമിക്കാത്തത്. എത്രയോ സ്ത്രീകൾ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഇവൻ നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചങ്കൂറ്റുണ്ട് ഇവനൊന്നും ഒന്ന് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവന്ന ഒരു ശിക്ഷ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ നോക്കി? അവന്റെ വീട്ടുകാർ നല്ല അന്തസ്സോടെ പറഞ്ഞു അവൻ സൈക്കോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. ഈ സുരേഷ് ഗോപിയൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചില ആഹ്വാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. സുരേഷ് ഗോപിയൊക്കെ നിങ്ങളോട് വലിയ അനുഭവം പ്രകടിപ്പിച്ചതാണ് വിവാഹത്തിന് മോദിജിക്ക് പണം കൊടുക്കാനൊക്കെ സഹായിച്ചത്. അതായത് ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്. പ്രത്യേകിച്ച് ഈ മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുന്ന ഒരു രീതിയുമായി മുന്നോട്ട് പോകാൻ എത്ര പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആ പെണ്ണൊരുത്തി അനുഭവിക്കുന്ന പ്രശ്നം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, ആരുടെയും സൗജന്യം വേണ്ട, നിങ്ങളുടെ സഹായിച്ചിട്ടാണ് വീട് വെക്കുന്നതെങ്കിൽ എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും ഒരു സംതൃപ്തി ഉണ്ടാകില്ല. അതിനകത്ത് ഞാൻ നയിച്ച് ചെയ്യണം. നല്ല ചങ്കൂറ്റമുള്ള ആഢ്യത്വമുള്ള മോളായതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വരുന്നത്. അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ
അവർ ഹണി ട്രാപ്പുകാരിയാണോ? അല്ലേ? അതൊക്കെ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ തെളിയിക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. അത് തെളിയാത്തിടത്തോളം കാലം ഇവരെ കല്ലെറിയാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് മാന്യന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുക, മാന്യതയില്ലാത്ത ആളുകളെയും നരകത്തിൻ്റെ വിറകുകൊള്ളികളെയും തിരഞ്ഞെടുക്കാൻ പച്ചയായിട്ട് ആ പെണ്ണ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നിങ്ങളങ്ങ് പൊയ്ക്കോ, ഞാൻ നരകത്തിൽ പൊയ്ക്കോളാം, എൻ്റെ നരകമോർത്ത് നിങ്ങളാരും വേദനിക്കണ്ട. ഇതിനല്ലേ നമ്മളും കാത്തിരിക്കുന്നത്? നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ പൊയ്ക്കോ, നമ്മൾ നരകത്തിൽ പോയിക്കോളാം. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ നരകത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വേദനിക്കുന്നത്. നിങ്ങളുടെ മതത്തോടുള്ള കൂറുകൊണ്ടല്ലേ? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. തൽക്കാലം അത് നമ്മുടെ മേലേക്ക് എടുക്കണ്ട. നന്ദി.